ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. മഹാദേവന്റെ ഇഷ്ടവിഭവങ്ങളിലൊന്നായി പായസം മാറിയ കഥ അറിയാമോ? മഹാദേവന്റെയും പാർവതീദേവിയുടെയും വിവാഹത്തിനു ശേഷം തൻ്റെ മകളെ കാണാൻ കൈലാസത്തിലെത്തിയ പാർവതീദേവിയുടെ അമ്മയായ ദേവി മേനാവതി വളരെ സന്തോഷത്തിലായിരുന്നു. മാതാ പാർവതീദേവിക്ക് സ്വർണ്ണാഭരണങ്ങളും കൂടെയുണ്ടായിരുന്ന ശിവഗണങ്ങൾക്കോരോരുത്തർക്കായി നിറയെ മധുര പലഹാരങ്ങളും ദേവി മേനാവതി കൊണ്ടുവന്നിരുന്നു. എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോൾ ചെറുപുഞ്ചിരിയോടെ മഹാദേവൻ ദേവി മേനാവതിയോട് ചോദിച്ചു, മാതേ, എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്, എന്നാൽ എനിക്കായി എന്താണ് അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? മേനാവതി പെട്ടെന്ന് വിഷമത്തോടെ പറഞ്ഞു, മഹാദേവ, അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്താണ് നൽകേണ്ടത്? അങ്ങ് എല്ലാത്തിൻ്റെയും അധിപനാണ്. മഹാദേവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാലും എനിക്ക് വേണ്ടി അവിടുന്ന് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ദേവി മേനാവതി തൻ്റെ കയ്യിലുള്ള പാത്രം മഹാദേവന് നേരെ നീട്ടി. മഹാദേവ, അങ്ങയ്ക്ക് എന്ത് വിഭവമാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരമ്മയുടെ സ്നേഹത്തോടെ ഞാൻ അങ്ങയ്ക്കായി ഈ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ പായസം കണ്ടപ്പോൾ മഹാദേവന്റെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. അത്ഭുതവും സന്തോഷവും നിറഞ്ഞ ആ മുഖത്തോടെ ഭഗവാൻ ആ പായസം സ്വീകരിച്ചു. എന്നിട്ട് വളരെ ശാന്തമായി ദേവി മേനാവതിയോട് പറഞ്ഞു, മാതേ, നിങ്ങൾ ഉണ്ടാക്കിയ പായസം വെറും ഒരു വിഭവമല്ല, ഇതിലൊരു അമ്മയുടെ വാത്സല്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നുവരെ ഒരമ്മയുടെ കൈകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. മഹാദേവന്റെ ആ വാക്കുകൾ കേട്ട് ദേവി മേനാവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരമ്മയുടെ വാത്സല്യത്തിൻ്റെ പൂർണ്ണത ആ നിമിഷം മഹാദേവനും അറിയുകയായിരുന്നു. പിന്നീട് ആ പായസം കഴിച്ചതിന് ശേഷം മഹാദേവൻ പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ വിഭവമാണിത്. ഒരമ്മയുടെ കൈകളിൽ നിന്നും കിട്ടിയ സ്നേഹത്തിൻ്റെ രുചി മഹാദേവനെ അത്രയധികം സന്തോഷിപ്പിച്ചു. അന്നു മുതലാണ് മഹാദേവന്റെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നായി പായസം മാറിയത്. ആ അമ്മയുടെ കൈകളിലൂടെ ലഭിച്ച ആ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി മഹാദേവൻ ആ വിഭവം എപ്പോഴും പ്രിയപ്പെട്ടതായി കരുതുന്നു. ഇതാണ് ഇന്നത്തെ കഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.